ഹലോ, എല്ലാവർക്കും നമസ്കാരം. നാണി ടോക്കിൽ ഇന്ന് പുതിയൊരു സംരംഭമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവാറും അറിയാവുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ സംരംഭം. ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്, അതോടൊപ്പം തന്നെ ചെറിയൊരു സ്പേസും നമുക്ക് ആവശ്യമാണ് ബിസിനസ് തുടങ്ങാനായിട്ട്. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നല്ലൊരു മനസ്സ് വേണം. ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നല്ല ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് പ്രിപ്പയർ ആയിരിക്കണം. അപ്പം നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫർമേഷൻസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം എന്ന് വെച്ചാൽ നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ബിസിനസ്സാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ബിസിനസ് മാർബിള്, ഗ്രാനൈറ്റ്, ടൈൽസ് ഇവയുടെ ബിസിനസ്സാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായിരിക്കും ഗ്രാനൈറ്റും മാർബിളും ടൈൽസും എല്ലാം. ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് ചില വൻകിട കമ്പനികളാണെന്ന്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഗ്രാനൈറ്റ്, മാർബിൾസ്, ടൈൽസ് മുതലായവ ബാംഗ്ലൂർ, രാജസ്ഥാൻ മുതലായ സ്ഥലങ്ങളിൽ പോയിട്ട് വേണം ആളുകൾ എടുത്തുകൊണ്ട് വരിക. അങ്ങനെ നമ്മൾ സിംഗിളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി നമ്മുടെ വീടിന് ആവശ്യമുള്ള ടൈൽസൊക്കെ എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് വളരെയധികം എക്സ്പെൻസാണ്. അതുപോലെ ചില ഷോപ്പുകളുണ്ട്, അവിടെയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവയ്ക്കൊക്കെ ഭയങ്കര റേറ്റാണ് വാങ്ങിക്കുന്നത്. ശരിയല്ലേ? അവിടെ ടൈൽസ്, മാർബിൾസ്, ഗ്രാനൈറ്റ്സിനെല്ലാം വലിയൊരു കോസ്റ്റ് അവർ ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നേരിട്ട് ഒരു ഹോൾസെയിലറുടെ ഡെക്കിൽ പോയിട്ട് നിങ്ങൾ അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ലാഭമായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള ബിസിനസ് സാധ്യതയെന്ന് പറയുന്നത്. ഇന്ന് ഈ വിപണി വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഈ ടൈൽസ്, മാർബിൾസിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് മാർബിൾ, ടൈൽസ്, ഗ്രാനൈറ്റ്സൊക്കെ രാജസ്ഥാൻ, ബാംഗ്ലൂർ മുതലായ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഹോൾസെയിൽ ഡീലർമാരിൽ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാണിത്. കാരണം ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മതി നിങ്ങൾക്ക്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ഓർഡർ എടുത്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ഏതൊക്കെ കസ്റ്റമേഴ്സാണ്, ഇപ്പോൾ 5-6 കസ്റ്റമേഴ്സിനെ നിങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമുള്ള ടൈൽസ് അല്ലെ മാർബിൾ അല്ലെ ഗ്രാനൈറ്റ് ഏതാണോ ആവശ്യമുള്ളത് അവയുടെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾ ഓർഡർ എടുത്ത് അവിടെ പോയി നിങ്ങൾ ഹോൾസെയിലർ റേറ്റിൽ നിങ്ങൾ സാധനം എടുത്തുകൊണ്ട് വന്ന് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നത് വളരെ വലിയൊരു അവസരവുമാണ്. അതോടൊപ്പം വലിയ നല്ല പ്രോഫിറ്റുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷോപ്പായിട്ട് തുടങ്ങാം. ഷോപ്പായിട്ട് തുടങ്ങുമ്പം നിങ്ങൾ കുറേ സ്പേസ് ആവശ്യമാണ്. കാരണം ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഏരിയ ആവശ്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഷോപ്പ് വേണമെങ്കിൽ ഷോപ്പായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇനി അതല്ല, ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കസ്റ്റമേഴ്സിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇടനിലക്കാരനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററായിട്ട് വേണമെങ്കിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ കബളിപ്പിക്കപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പല ബിസിനസ് മേഖലകളിലും ആളുകൾ കബളിപ്പിക്കപ്പെടുന്നത് നമ്മൾ നേരിട്ട് ചെന്ന് കഴിയുമ്പം അവിടുത്തെ ഡീലർമാർ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ആളുകൾ പലപ്പോഴും നമുക്ക് തരുന്നത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒറിജിനൽ മെറ്റീരിയൽസ് ആയിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്ത് 2-3 സ്ഥലങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ച് ഇതിൻ്റെ വിലയും നിലവാരവുമൊക്കെ അന്വേഷിച്ച് ഗുണനിലവാരമൊക്കെ അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഈ സാധനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ടുള്ള ഗുണം, ഒന്ന് നിങ്ങൾക്ക് ലാഭമുണ്ടാകും, 2 കസ്റ്റമർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ടല്ലോ അത് പാലിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പം ഷോപ്പാണെങ്കിൽ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ടൈലുകളും മാർബിളുകളും ഗ്രാനൈറ്റും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങളവിടെ വലിയ എമൗണ്ട് വേണം, അവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് വേണം നിങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പം മറ്റൊരു രീതിയിൽ പറഞ്ഞ പോലെ നിങ്ങളൊരു മീഡിയേറ്ററായിട്ടാണെങ്കിൽ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുന്നു, അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ അഡ്വാൻസ് വാങ്ങിച്ച്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എമൗണ്ട് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് വാങ്ങിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ബാക്കി കുറച്ച് എമൗണ്ട് മതിയാകും നിങ്ങൾക്ക് പിന്നെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ. നിങ്ങൾ അവിടുന്ന് സാധനം വാങ്ങിക്കുന്നു, ഇവിടെ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുന്നു, നിങ്ങളുടെ ബിസിനസ് അവിടെ കംപ്ലീറ്റ് ആയി.
നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ഒരു ബിസിനസ് ഐഡിയ ആലോചിച്ച് നിങ്ങൾ വർഷങ്ങളോളം അലഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലൊരു ബിസിനസ്സിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് 2-3 പ്രാവശ്യം നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെയുള്ള ബിസിനസ് ആരൊക്കെയാണ് നടത്തുന്നത്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് നോക്കുക. നല്ല രീതിയിൽ പോകുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ബിസിനസ് തുടരാം. ഇല്ല, നിങ്ങൾക്കത് മോശമാണെന്ന് തോന്നിയാൽ അവിടെ വിടുക. എന്നിട്ട് അടുത്ത ബിസിനസ് ഐഡിയ എന്താണെന്ന് ആലോചിക്കുക. ഒരു ബിസിനസ്സും ഇട്ടിട്ട് പോകാൻ പാടില്ല. നമുക്ക് ബിസിനസ് ആകുമ്പോൾ മുന്നോട്ട് കയറ്റവും ഇറക്കവും എല്ലാം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. എവിടെയാണോ നമുക്ക് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് നമ്മൾ മാറി ചിന്തിക്കേണ്ടത്, അവിടെ നിന്ന് നമ്മളങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് തന്നെ പോകണം. ബിസിനസ് തുടങ്ങിയിട്ടിട്ട് പോകരുത്. അത് ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. മാർബിൾ, ഗ്രാനൈറ്റ്, ടൈൽസ്, ഇതിൻ്റെയൊക്കെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2 രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഷോപ്പായിട്ടിടാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയേറ്ററായിട്ട് വർത്തിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുവരേക്കും നന്ദി, നമസ്കാരം.